പ്രവചനങ്ങളെ ശരിവെച്ചുകൊണ്ട് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴ. താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. ആറുകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നു. സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലും മധ്യമേഖലകളിലും ഒരാഴ്ചയായി മഴ തുടരുകയാണ്. എന്നാൽ ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഇവിടെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ചൊവ്വാഴ്ച രാത്രി മുതൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. റോഡിനോട് ചേർന്ന് താഴ്ന്നിരിക്കുന്ന വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറിയ നിലയായിട്ടുണ്ട്. സ്കൂളുകൾ തുറക്കുന്ന ദിവസം അടുത്തിരിക്കെ താഴ്ന്ന പ്രദേശങ്ങളിലിരിക്കുന്ന സ്കൂൾ കോമ്പൗണ്ടുകളിൽ വെള്ളം കയറിയത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. അഡ്മിഷൻ കാര്യത്തിനും പാഠപുസ്തകങ്ങൾ വാങ്ങുന്നതിനുമൊക്കെ എത്തുന്നവരാണ് ദുരിതത്തിലാകുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഉയർത്തിയപ്പോൾ അതിൻ്റെ വശങ്ങളിലിരിക്കുന്ന ചില സ്ഥാപനങ്ങളും വീടുകളും അതിൻ്റെ ഉടമകൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴും പല സ്ഥാപനങ്ങളും വീടുകളും പഴയ നിലയിൽ തന്നെയുണ്ട്. അത്തരം വീടുകളും സ്ഥാപനങ്ങളും പൂർണ്ണമായും വെള്ളത്തിലാകുന്ന സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണിയാണ് ഈ പ്രദേശങ്ങളിൽ മൂടിക്കെട്ടി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടർന്നാൽ പ്രദേശവാസികളെ അത് പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. കിഴക്കൻ വെള്ളത്തിന്റെ വരവും പെയ്ത്തുവെള്ളവും മൂലം കുട്ടനാട്ടിൽ ആറുകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. റോഡിൽ വെള്ളം കയറിയതിനാൽ എടത്തുവ തായങ്കരി, എടത്തുവ കളങ്ങര റൂട്ടിൽ KSRTC ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കനത്ത മഴ മൂലം തലവടി പഞ്ചായത്തിൽ ജനജീവിതം ദുസ്സഹമായി. മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. കാറ്റിൽ വീടുകളുടെ മേൽക്കൂര പറന്നുപോയ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുകയാണ്. തലവടി പഞ്ചായത്ത് 3-ാം വാർഡ് പൂന്തുരുത്തി പട്ടമന 5-ൽ മണിയുടെ വീടിന്റെ മേൽക്കൂരയാണ് കാറ്റിൽ പറന്നുപോയത്. പറന്നുപോയ മേൽക്കൂര 200 മീറ്റർ അകലെയാണ് പതിച്ചത്. അപകടം നടക്കുമ്പോൾ കാഴ്ചശക്തി കുറവുള്ള മണി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയെങ്കിലും ഓടുവീണും വീഴ്ചയിലും നെഞ്ചിലും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഷീറ്റെല്ലാം ഒടിഞ്ഞു പോയി. ഒരു മാർഗവും ഇല്ല. ഇനിയിപ്പോൾ ഷീറ്റ് കയറ്റാനോ പൈപ്പ് എന്തെങ്കിലും ഒരു മാർഗവും ഇല്ല. വലിയ ബുദ്ധിമുട്ടിയാണ്. ഓരോ നേരം കഴിഞ്ഞു പോകുന്നതിന് എന്തെങ്കിലും സഹായം ചെയ്തില്ലെങ്കിൽ എനിക്ക് കിടക്കാൻ വേറെ ഇടാവില്ല. ഇന്നലെ 1 മണി രാത്രിയായപ്പം ഞാനും എൻ്റെ ഭർത്താവും മക്കളും കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം സൗണ്ട് കേട്ടോണ്ട് ഞാൻ എഴുന്നേറ്റ് ഓടി വന്നു നോക്കുമ്പോൾ ഈ ജനലാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സൗണ്ട് മേളോട്ട് നോക്കുമ്പോൾ മേൽക്കൂര ഒന്നുമില്ല. ഞങ്ങളാണ് കള്ളക്കടം മേടിച്ചാണ് പൈസ ഇതെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ 2 പിള്ളേരെ ഞാൻ ലോൺ എടുത്ത് പഠിപ്പിച്ച് ആ ലോൺ അടയ്ക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവിനാണ് കണ്ണിന് കാഴ്ചയില്ല. എനിക്ക് ഞങ്ങൾക്കൊരു മാർഗമില്ല. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല. സമീപവാസിയായ പട്ടമന 5-ൽ ലീലാമ്മ രാമചന്ദ്രന്റെ വീടിന്റെ അടുക്കളയുടെ ഷീറ്റും പറന്നുപോയി. ആനപ്രമ്പാൽ തെക്ക് സൗഹൃദ നഗറിൽ വാലയിൽ ഗ്രേസി മാത്യുവിന്റെ വീടിന് മുകളിലേക്ക് കഴിഞ്ഞ ദിവസം തെങ്ങ് വീണ നാശനഷ്ടം സംഭവിച്ചിരുന്നു. സ്വന്തം പുരയിടത്തിൽ നിന്ന തെങ്ങാണ് കാറ്റിൽ നിലം പൊത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴയിൽ തലവടി പഞ്ചായത്തിൽ ജനജീവിതം ദുസ്സഹമായി. ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി തുടങ്ങി. റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതി വിലയിരുത്തി വരികയാണ്. അതേസമയം ആറുകളിലെയും തോടുകളിലെയും എക്കലും മാലിന്യങ്ങളും നീക്കാത്തത് പ്രതിസന്ധിയാവുന്നുണ്ട്. എക്കലടിഞ്ഞ് നീരൊഴുക്ക് കുറയുന്നതിനാൽ രൂക്ഷമായ വെള്ളപ്പൊക്കത്തെ നേരിടേണ്ടി വരുമെന്ന ഭീതിയും നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്കുണ്ട്. ബോട്ടിന് പോകാൻ പോലും കഴിയാത്ത രീതിയിൽ എക്കൽ അടിഞ്ഞുകൂടി അതിനു മുകളിൽ പുല്ലുകൾ വളർന്ന് കരഭൂമിയാകുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അടിയന്തരമായി ഇതിന് പരിഹാരം കണ്ടെത്തണമെന്നും എടത്വ വികസന സമിതിയും ആവശ്യപ്പെട്ടു. മഴ മൂലം റോഡ് തോടായി മാറിയതോടെ ജനം ദുരിതത്തിൽ. മാന്നാർ പഞ്ചായത്ത് 6-ാം വാർഡ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിന് കിഴക്ക് വശത്തു നിന്നും കുരട്ടിക്കാട് ഭാഗത്തേക്കുള്ള റോഡിൽ കലുങ്ക് കഴിഞ്ഞുള്ള ഭാഗത്തെ വെള്ളക്കെട്ടാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. ഒരു മഴ പെയ്താൽ തന്നെ ആർക്കും നടന്നുപോലും പോകാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഈ റോഡിലുണ്ടാകുന്നത്. ശക്തമായ മഴ തുടരുന്നതിനാൽ ദുരിതം ഇരട്ടിയാവുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തൊട്ടടുത്തുള്ള 2 കടകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നത് മൂലം കടക്കാരും നന്നേ ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ വെള്ളം 2 സൈഡിൽ നിന്ന് ഒഴുകി ഒരുപോലെ വന്നിട്ട് ഇവിടെ വരികയാണ്. ചെറിയൊരു പൈപ്പിനകത്തൂടെ പരിമിതിയുണ്ട് പോകാനായിട്ട് വെള്ളം. ഇത് കടകളിലേക്ക് വാഹനങ്ങൾ പോകുമ്പോൾ അടിച്ചു കയറുകയാണ്. വെള്ളം കയറി പല കാര്യങ്ങളും പല ആൾക്കാരും പിന്നെ സ്കൂൾ കുട്ടികൾ വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. സൈക്കിളിൽ വന്ന് കുട്ടികൾ മറിഞ്ഞു വരെ വീഴുന്നുണ്ട്. ഇവിടെ ഒരു ചപ്പാത്ത് പോലെയുണ്ട്. അതും വെള്ളം നിറഞ്ഞ് ഇതായിരിക്കുകയാണ്. മോശമായ ഒരു കാലാവസ്ഥയിൽ ഈ റോഡ് വളരെ ദുസ്സഹനമാണ് നടന്നു പോകാനായിട്ട്.
അതിന് വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. പഞ്ചായത്തിന് ഇതിനു മുമ്പ് പരാതി കൊടുത്തതാണ്, പക്ഷേ ഒരു നടപടിയും എടുത്തിട്ടില്ല. മഴ സമയത്ത് കുരട്ടിക്കാട് പൈനുമൂട് ഭാഗത്തു നിന്നുൾപ്പെടെ ഒലിച്ചു വരുന്ന വെള്ളമാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെള്ളക്കെട്ടുണ്ടായപ്പോൾ പ്രദേശത്തെ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് വെള്ളം പോകുന്നതിനായി പൈപ്പ് സ്ഥാപിച്ചിരുന്നു. പൈപ്പ് ഇപ്പോഴുമുണ്ടെങ്കിലും ഇതുവഴി പോകാൻ കഴിയുന്നതിലും കൂടുതൽ വെള്ളമാണ് ഇപ്പോൾ പെയ്യുന്ന ശക്തമായ മഴയത്ത് ഇവിടെ എത്തുന്നത്. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങി തൃക്കുരട്ടി ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള തോട് വരെ വലിയ ഓട നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഈ വെള്ളം മുഴുവൻ ഒഴുകിപ്പോവുകയുള്ളൂ. ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് 2023 നവംബർ മാസത്തിൽ പഞ്ചായത്തിൽ നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനായി ഓട പണിയുന്നതിന് പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് വാർഡ് മെമ്പർ സലീം പടിപ്പുരയ്ക്കൽ പറയുന്നത്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ സർക്കാരും ആലപ്പുഴ ജില്ലാ ഭരണകൂടവും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ. നീരൊഴുക്ക് വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്ന് TK അരവിന്ദാക്ഷൻ കുറ്റപ്പെടുത്തി. AC കനാലും തോടുകളുമെല്ലാം മുട്ടുകൾ മൂലവും പോളയും കടകിലും തിങ്ങി നിറഞ്ഞും നീരൊഴുക്കില്ലാത്ത അവസ്ഥയിലാണ്. ഇതിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരും ആലപ്പുഴ ജില്ലാ ഭരണകൂടവും തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാമങ്കരിയിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു TK അരവിന്ദാക്ഷൻ. നമ്മുടെ കുട്ടനാട്ടിൽ അടിക്കടി വെള്ളം ഉയർന്നുകൊണ്ടിരിക്കും. കുട്ടനാട്ടിലെ ജലനിരപ്പ് പെട്ടെന്ന് അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകേണ്ട സാഹചര്യങ്ങളുള്ള ആ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ വ്യാപകമായി തോടുകൾ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുകയാണ്. പ്രധാനപ്പെട്ട AC കനാലിലെ മുട്ട്, കിടങ്ങറ പാലത്തിന് താഴെയുള്ള മുട്ടാർ സെൻട്രലിലുള്ള മുട്ട് പൂർണ്ണമായി കഴിഞ്ഞ വർഷം തന്നെ പൊളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുട്ട് ഇതുവരെയായിട്ടും പൊളിച്ചിട്ടില്ല. അവിടെ ചെറിയൊരു 2 മീറ്റർ വീതിയിൽ മാത്രമാണ് വെള്ളം ഒഴുകുന്നത്. വെള്ളം ഒഴുകിയാലും ഒഴുകാൻ പോകാത്ത രീതിയിൽ വലിയ കടകിലൊക്കെ കൂടി തടസ്സമായി നിൽക്കുകയാണ്. അപ്പോൾ സർക്കാർ അടിയന്തരമായി ആ മുട്ട് പൊളിക്കണം. അതുപോലെ കുട്ടനാട്ടിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിലെ മുഴുവൻ മാലിന്യം അടിയന്തരമായി നീക്കുവാൻ ആലപ്പുഴ ഭരണകൂടവും സംസ്ഥാന സർക്കാരും തയ്യാറാകണം. ദുരന്ത നിവാരണ സേനയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അടിയന്തരമായി കായലിലെ ഈ വലിയ ആറുകളിലെയും നദികളിലെയും മാലിന്യം വലിയ കടകൾ ഉൾപ്പെടെയുള്ള പൂളൊക്കെ തങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അത് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അല്ല എങ്കിൽ കുട്ടനാട് വലിയൊരു 2018 പ്രളയത്തിന് സമാനമായൊരു പ്രളയത്തിലേക്ക് കുട്ടനാട് പോകും. അത് വളരെ കഷ്ടത അനുഭവിക്കും. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി വരികയാണ്. AC കനാലിൽ കിടങ്ങറയിലെ മുട്ട് അടിയന്തരമായി പൊളിച്ചു നീക്കാൻ നടപടി ഉണ്ടാകണമെന്ന് അരവിന്ദാക്ഷൻ ആവശ്യപ്പെട്ടു. സംഭരണശേഷി ഇല്ലാതാക്കി തോടുകളിൽ എക്കലും ചെളിയും അടിഞ്ഞു കിടക്കുകയാണ്. ഇത് നീക്കം ചെയ്യാനും നടപടികൾ വേണം. ഇതിനുള്ള ഊർജിത ശ്രമം നടന്നില്ലെങ്കിൽ കുട്ടനാട്ടിൽ 2018 പ്രളയത്തിന് തുല്യമായ സ്ഥിതി വന്നുകൂടായികയില്ലെന്നും TK അരവിന്ദാക്ഷൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി തുടരുകയാണെന്ന് കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. തോട്ടപ്പള്ളി പൊഴി 70 മീറ്റർ മുറിച്ചിട്ടുണ്ടെന്നും കളക്ടറുടെ അറിയിപ്പ്. തോട്ടപ്പള്ളിയിലെ ആകെയുള്ള 40 ഷട്ടറുകളിൽ 39 എണ്ണം തുറന്നിട്ടുണ്ട്. പൊഴി 70 മീറ്ററും മുറിച്ചു. തണ്ണീർമുക്കം ബണ്ടിൽ 90 ഷട്ടറുകളും 4 ലോക്ക് ഗേറ്റുകളും തുറന്നിട്ടുണ്ട്. ഇതുവഴി നീരൊഴുക്ക് സുഗമമായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. അന്ധകാരനഴിയിലും ഷട്ടറുകൾ തുറന്നു. 20 ഷട്ടറുകൾ നിലവിലുള്ളതിൽ 15 എണ്ണം ഇവിടെ തുറന്നിട്ടുണ്ട്. പൊഴി മുറിച്ച് നീരൊഴുക്കും ഇവിടെ സുഗമമാക്കിയിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. ജില്ലയിൽ വിവിധ ഇടങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് പമ്പ് ചെയ്ത് മാറ്റുന്നതിനായി ജില്ലാ ഫയർ ഓഫീസർക്കും പാടശേഖര സമിതി അംഗങ്ങൾക്കും പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാതലത്തിൽ കളക്ടറേറ്റിലും താലൂക്ക് തലത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുള്ളതായും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലയിലെ ജലാശയങ്ങളിലും തോടുകളിലും കായലുകളിലും സർവീസ് നടത്തുന്ന ശിക്കാര വള്ളങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും സഞ്ചാരം 29-ാം തീയതി ബുധനാഴ്ച മുതൽ ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ട്. ഉത്തരവ് കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ജില്ലാ പോലീസ് മേധാവി, DTPC സെക്രട്ടറി, DD ടൂറിസം, JD, LSGD എന്നിവർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതോടൊപ്പം ജില്ലയിൽ സർവീസ് നടത്തുന്ന ഹൗസ് ബോട്ടുകൾ ഉൾപ്പെടെയുള്ള ബോട്ടുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണെന്നും കളക്ടർ അറിയിച്ചു. കൈനകരി മുണ്ടയ്ക്കൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ കുഴി രൂപപ്പെട്ടത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് യാത്രക്കാർ. പാലത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തെ അപ്രോച്ചിലാണ് കഴിഞ്ഞ ദിവസം വലിയ കുഴി രൂപപ്പെട്ടത്.
കഴിഞ്ഞ ദിവസം പെയ്ത മഴയ്ക്ക് ശേഷമാണ് പടിഞ്ഞാറേക്കരയിലെ അപ്രോച്ചിൽ വലിയ കുഴിയുണ്ടായതായി യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പാലത്തോട് ചേർന്നുള്ള ഭാഗത്തായതിനാൽ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസം പാലം ഇറങ്ങി വന്ന വാഹനം കുഴിയിൽ വീണിരുന്നു. അപകട മുന്നറിയിപ്പിനായി നാട്ടുകാർ ഇവിടെ മരച്ചില്ലകളും മറ്റും വെച്ചിരിക്കുകയാണിപ്പോൾ. ഇങ്ങനൊരു ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ സഞ്ചാര യോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്കാണ്. ഇതിന് വലിയൊരു അപകട ഭീഷണിയാണ് ഈ പാലത്തിന് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഇവിടുത്തെ യാത്ര സാധാരണക്കാരനും ഇവിടുത്തെ തൊഴിലാളികൾക്കുമൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ ഈ പാലത്തിൻ്റെ ഈ അപ്രോച്ചിൻ്റെ നിർമ്മാണത്തോടൊപ്പം തന്നെ ഈ പാലം ഈ ഗർത്തം വീണ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ ഗർത്തം അടച്ചുകൊണ്ട് ഇവിടുത്തെ യാത്ര സുഖമാക്കണം. അല്ലെങ്കിൽ വലിയ അപകടം തന്നെ ഉണ്ടാകും. ഈ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും ഒക്കെ ഇതിലെ പോകുമ്പോഴത്തേക്കും അവർ ഈ കുഴിയിൽ വീണാൽ വലിയ അപകടങ്ങൾ തന്നെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഭാഗത്ത് ഒരു വഴിലൈറ്റ് പോലും ഇല്ലാത്തതുകൊണ്ട് രാത്രികാലങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ട് ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ വരുന്ന നമ്മുടെ സഹോദരന്മാർ ഇവിടെ വെട്ടം പോലും ഇല്ലാത്തതുകൊണ്ട് ഈ കുഴിയിലേക്ക് വീണ് അപകടം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഭാഗത്ത് തെരുവു വിളക്കുകൾ ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ കുഴിയിൽ വീഴാനുള്ള സാധ്യത ഏറെയാണ്. അധികാരികൾ ഇടപെട്ട് എത്രയും വേഗം റോഡിന്റെ തകരാർ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നായർ സർവീസ് സൊസൈറ്റി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് സ്വീകരിച്ചിരിക്കുന്ന സമദൂര നിലപാട് ദീർഘവീക്ഷണത്തോടെ ഉള്ളതായിരുന്നെന്ന് പ്രമുഖ സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ. ആധുനിക ഭാരതത്തിന്റെ സ്ഥിതിവിശേഷം ഇത് ശരിവയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന നിലപാട് അഭികാമ്യമല്ലെന്ന് സി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. എല്ലാവരും പറയുന്നതിലെ ശരി ഉൾക്കൊള്ളാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. NSSന്റെ സമദൂരം എന്ന സിദ്ധാന്തം വ്യക്തമാക്കുന്നത് ഈ തത്വമാണെന്നും സി രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S. സുജാത രചിച്ച മന്നത്ത് പത്മനാഭൻ വിഷൻ ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സി രാധാകൃഷ്ണൻ. എന്തുകൊണ്ടാണ് നമുക്ക് ശ്രീ ജി സുകുമാരനായരുടെ ഒരു സമാന്തര മനോഭാവം ഉണ്ടായത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് കുറച്ച് മുമ്പ് നമ്മൾ കേട്ടതും ഈ രണ്ട് പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഇതൊരു എനിപ്പയായിട്ട് ഒരുതരം പ്രശ്നമായിട്ട് അല്ലെങ്കിൽ സങ്കീർണതയായിട്ട് പലരും പറയാറുണ്ട്. എങ്ങനെയാണ് ഈ സമദൂരം ഇതാണ്. എല്ലാവരും പറയുന്നതിൽ നേരുണ്ട്, ആരും പറയുന്നതിൽ മാത്രമായിട്ട് നേരില്ല എന്ന് മാത്രമല്ല, ഒരാൾ ഊന്നി പറയുന്നത് മാത്രം സ്വീകരിക്കുന്നതിൽ അപകടവും ഉണ്ട് എന്ന് ദീർഘവീക്ഷണം നടത്താനുള്ള ബോധം അത് അദ്ദേഹത്തിന് ഉണ്ടായത് അദ്ദേഹത്തിന് എവിടുന്ന് വീട് കിട്ടിയതല്ല, പഠിച്ചുണ്ടാക്കിയതാണ്. ആ പഠിച്ചുണ്ടാക്കിയതാണ് അദ്ദേഹം ഇന്ന് വരെ പ്രയോഗിച്ചത്. അത് എന്തുമാത്രം ശരിയായിരുന്നു എന്നാണ് ആധുനിക ഭാരതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തെളിയിക്കുന്നത്. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. NSS എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ഹരികുമാർ കോയിക്കൽ, ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള, ഡോക്ടർ S. സുജാത എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ വർഷ സ്കൂൾ ഓഫ് മാർഷ്യൽ ആർട്സിന്റെ വാർഷികവും ബ്ലാക്ക് ബെൽറ്റ്, വിദ്യാഭ്യാസ അവാർഡ് എന്നിവയുടെ വിതരണവും കഴിഞ്ഞ ദിവസം നടത്തി. H. സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യക്തിയെ ശ്രദ്ധിക്കപ്പെടുന്ന ആരോഗ്യ സംരക്ഷണം കൂടി പ്രധാനപ്പെട്ടതാണ്. ഒരു നിർമ്മാണത്തിന്റെ ഒരു സംഘടനയ്ക്ക് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ പ്രധാനമായ പലപ്പോഴും നല്ല കായിക ആരോഗ്യം ഉണ്ടെങ്കിലും മാനസികമായ ആരോഗ്യം പ്രയാസപ്പെട്ട് തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പൈസ ഉണ്ടായിരുന്നു, കായികമായിട്ട് ശേഷി ഉണ്ടായിരുന്നു, പക്ഷേ മാനസികമായ ഒരു പ്രയാസത്തിലായിരിക്കും, മാനസികാരോഗ്യ ശക്തി ഉണ്ടാകുന്നു. അപ്പൊ എല്ലാ നിലയിലും ഇവിടെ സ്കൂളിന്റെ ഭാഗമായ കുട്ടികളുടെ വിദ്യാഭ്യാസ വിജയത്തെ ആദരിക്കുന്നു. ഇതെല്ലാം തമ്മിൽ ചേർന്നതാണ്. ഒരു കുട്ടിയുടെ ചിന്തയും ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏകാഗ്രതയും അല്ലെങ്കിൽ ഒരു കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു മൈൻഡ് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഈ പറയുന്ന ആയോധന കലയുടെ ഓരോ മുറകളും പ്രധാനപ്പെട്ടതാണ്.
അമ്പലപ്പുഴ ടൗൺ ഹാളിൽ ചേർന്ന പരിപാടിയിൽ സി രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനം അമ്പലപ്പുഴ SI ഹരിദാസും, കരാട്ടെ പരിശീലകർക്കുള്ള ID കാർഡ് വിതരണം പെരുമ്പാവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S ബിനുവും, സർട്ടിഫിക്കറ്റ് വിതരണം കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഹൻഷി R സുരാജും നിർവഹിച്ചു. കേരള സർവകലാശാല കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജേതാവ് S നയനെ കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി ചന്ദ്രശേഖര പണിക്കർ ആദരിച്ചു. വിദ്യാഭ്യാസ അവാർഡ് ദാനം പഞ്ചായത്ത് അംഗം K മനോജ് കുമാർ നിർവഹിച്ചു. MK പ്രതാപൻ, അനിറ്റ് മരിയ സജി, സെക്രട്ടറി സിബി പോൾ, കരാട്ടെ സ്കൂൾ ചീഫ് വിനോദ് എന്നിവർ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ബീന പ്രഭയെ തെരഞ്ഞെടുത്തു. കുടുംബൻ ഡിവിഷനിൽ നിന്നുള്ള അംഗവും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമാണ് ബീന പ്രഭ. ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് ബീന പ്രഭയെ എതിരില്ലാതെ തിരഞ്ഞെടുത്തത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R അജയകുമാറാണ് ബീന പ്രഭയെ നാമനിർദ്ദേശം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി P രാജപ്പൻ പിന്താങ്ങി. കൊടുമൺ പഞ്ചായത്ത് അംഗം, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഊരിക്കരി ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബുധനാഴ്ച രാവിലെ 10-ന് ഊരിക്കരി പബ്ലിക് ലൈബ്രറി ഹാളിലായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് റിട്ടയർഡ് പ്രൊഫസറും നെടുമുടി കൊട്ടാരം NS ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറുമായ ഡോക്ടർ K ഗോപകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ യുവതലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമം അതൊന്ന്. മറ്റൊന്ന്, ഈ കോവിഡിന് ശേഷമുള്ള കാലഘട്ടം, അക്കാദമിക രീതിയിൽ പറഞ്ഞാൽ 20-21 വർഷത്തിന് ശേഷമുള്ള കാലഘട്ടം, അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നിന്ന് ഏറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ പാഠ്യ പഠന രീതിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. പല കാരണങ്ങളുണ്ടാകും. നമുക്ക് ചരിത്രമൊക്കെ പഠിപ്പിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു അതേപോലെ നിശ്ചയിക്കും, അതിന് മുമ്പ് അതിന് ശേഷം എന്നതുപോലെ തന്നെ ഇനി ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് കോവിഡിന് മുമ്പുള്ള കാലവും കോവിഡിന് ശേഷമുള്ള കാലവും എന്ന് കൃത്യമായി അത് അടയാളപ്പെടുത്തും. ആ അടയാളപ്പെടുത്തലിൽ നമ്മുടെ പാഠ്യ രീതിയിൽ, പഠന രീതിയിൽ വന്ന മാറ്റം എന്ന് വിശദമാക്കി തരാം. ആ മാറ്റവും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ സ്വഭാവത്തിന് തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാനുള്ള കരുതലിലായിരിക്കണം ഏറ്റവും പ്രധാനം. യോഗത്തിൽ ഗ്രാമസേവാ സമിതി കോർഡിനേറ്റർ C വിജയകുമാർ അധ്യക്ഷനായിരുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിട്ടയർഡ് JTK PA മാധവൻകുട്ടി, ഗ്രാമസേവാ സമിതി അംഗങ്ങളായ TK അരവിന്ദാക്ഷൻ, MD രാമഭദ്രൻ നായർ, ബാലകൃഷ്ണ പരുത്തിക്കാട് എന്നിവർ സംസാരിച്ചു. അക്ഷരമുറ്റത്തേക്ക് പിച്ച വയ്ക്കുന്ന കുരുന്നുകൾക്ക് സ്നേഹ സമ്മാനവുമായി തലവടി ചുണ്ടൻവള്ളം ഓവർസീസ് ഫാൻസ് അസോസിയേഷൻ. തലോടി പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 8 സ്കൂളുകളിലെ 240 നിർധനരായ വിദ്യാർത്ഥികൾക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു. പുതുതലമുറയെ ജലോത്സവ പ്രേമികളാക്കുക എന്ന ലക്ഷ്യത്തോടെ തലവടി ചുണ്ടന്റെ ചിത്രം ആലേഖനം ചെയ്ത ബുക്കുകളാണ് വിതരണം ചെയ്തത്. തലവടി ന്യൂ LP സ്കൂളിൽ നടന്ന വിതരണോദ്ഘാടന ചടങ്ങ് തലവടി ചുണ്ടൻവള്ള സമിതി ജനറൽ സെക്രട്ടറി റിക്സൺ ഉമ്മൻ ഇടത്തിൽ നിർവഹിച്ചു. അജിത് മെമ്പറിന്റെയൊക്കെ ഒരു പ്രത്യേക ഇടപെടൽ ഈ കാര്യങ്ങൾ ഉണ്ടാകണമെന്നുകൂടെ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ടോഫയുടെയും ശ്രദ്ധയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് വരേണ്ട ഒരു സംവിധാനമാണിത്. തലവടി ചുണ്ടൻവള്ളം ഓവർസീസ് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ലിജു വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോൺസൺ V ഇടിക്കുള ആമുഖ സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പി ഷാരദ്, പ്രധാനാധ്യാപിക എൽസമ്മ ദേവസ്യ, PTA പ്രസിഡന്റ് TK ഹരിദാസ്, ശിവദാസ് ശിവരാമൻ, കലേഷ് കമൽ, AB പൗലോസ്, G മിനി, ജിജി തോമസ്, P പ്രസീത എന്നിവർ സംസാരിച്ചു. TTBC പ്രസിഡന്റ് ഷിനു S പിള്ള, ഖജാൻജി അരുൺ പുന്നശ്ശേരിൽ, ടോഫ സെക്രട്ടറി KS സന്ദീപ് എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ ഏതാനും അറിയിപ്പുകൾ. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, എക്കണോമിക്സ് ജൂനിയർ, സോഷ്യോളജി ജൂനിയർ തസ്തികകളിൽ അധ്യാപകരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർ
അസൽ സർട്ടിഫിക്കറ്റുകളുമായി മെയ് 31 ഉച്ചയ്ക്ക് ശേഷം 2:30 പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ ഓഫീസിൽ നേരിട്ട് ഹാജരായോ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയോ മെയ് 31 മുമ്പായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0481255510 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മല്ലപ്പള്ളി കെൽട്രോൺ സെന്ററിൽ ആരംഭിക്കുന്ന കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരള സർക്കാർ അംഗീകരിച്ചതും PSC നിയമനങ്ങൾക്ക് യോഗ്യവുമായ DCA, PGDCA, വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, ടാലി, MS ഓഫീസ് എന്നീ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത ഓട്ടോകാഡ് കോഴ്സിലേക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0469696125 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.